നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതി റിപ്പബ്ലിക് ദിന പരേഡ്. വിവിധയിടങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പ്രൗഢമായി. വേലൂർ കിരാലൂരിൽ പ്രവർത്തനരഹിതമായ എണ്ണ നിർമ്മാണ കമ്പനി കോമ്പൗണ്ടിൽ തീപിടുത്തം. 2.5 ഏക്കറിലധികം വിസ്തൃതിയുള്ള പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാമിലേക്കുള്ള റോഡിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കർത്തവ്യപഥിൽ നടക്കുകയാണ്. രാവിലെ 9:30 പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ യുദ്ധ സ്മാരകത്തിൽ എത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് സൈനിക ശക്തിയും സാംസ്കാരിക ശക്തിയും വിളിച്ചോതുന്ന പരേഡ് നടന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൻ ദെർ ലയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരാണ് മുഖ്യാതിഥികൾ. കേരളത്തിന്റെ അടക്കം 30 നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരന്നു. 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത്. ആഘോഷ പരിപാടികൾ കണക്കിലെടുത്ത് ദില്ലിയിൽ അതീവ ജാഗ്രതയാണ്. വേലൂർ കിരാലൂരിൽ പ്രവർത്തനരഹിതമായ എണ്ണ നിർമ്മാണ കമ്പനി കോമ്പൗണ്ടിൽ തീപിടുത്തം. 2.5 ഏക്കറിലധികം വിസ്തൃതിയുള്ള പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. കമ്പനിയുടെ ഗോഡൌണിലും പറമ്പിലും ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കന്നാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കത്തിനശിച്ചു. തീ ജനവാസ കേന്ദ്രത്തിന് സമീപത്തേക്ക് പടർന്നു പിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഷീദ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടിയിൽ തെങ്ങ് കടമുറിഞ്ഞു വീണ് വീടിന്റെ ചുമരും പാരപ്പറ്റും തകർന്നു. എരുമപ്പെട്ടി BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കോമ്പൗണ്ടിൽ നിന്നിരുന്ന തെങ്ങാണ് സമീപത്തുള്ള കല്ലിങ്ങൽ പീടികയിൽ ബീവിയുടെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണത്. തെങ്ങിന്റെ കടഭാഗം ഉണങ്ങി ദ്രവിച്ച അവസ്ഥയിലാണ്. അപകടാവസ്ഥയിൽ നിന്നിരുന്ന തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന് വീട്ടുകാർ മുൻപ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതർ തയ്യാറായിരുന്നില്ല. ഇന്ന് ഉച്ചതിരിഞ്ഞ് 1:30 കാറ്റിലാണ് തെങ്ങ് കടമുറിഞ്ഞു വീണത്. ടെറസിന്റെ പാരപ്പറ്റും ചുമരും തകർന്നു. വാർഡ് മെമ്പർ NK കബീർ സ്ഥലത്തെത്തി പഞ്ചായത്തിലും വില്ലേജിലും നിവേദനം നൽകി. ചൂണ്ടൽ പുതുശ്ശേരിയിൽ പെട്ടി ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാമിലേക്കുള്ള റോഡിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. പുതുശ്ശേരി റോഡിൽ നിന്നും തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന കയറ്റത്തിൽ വെച്ചാണ് പെട്ടി ഓട്ടോ മറിഞ്ഞത്. ഐസ്ക്രീം വിൽപ്പന നടത്തുന്നതിനായി ഉപയോഗിക്കുന്നതാണ് വാഹനം. കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതാണ് വാഹനം മറിയുന്നതിന് കാരണമായത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടർ റോബർട്ടിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തലകീഴായി മറിഞ്ഞ വാഹനം നാട്ടുകാരുടെ സഹായത്തോടെ ശരിയാക്കിയ ശേഷം ഓടിച്ചു പോവുകയായിരുന്നു. കുനമുച്ചിയിലെ പെരുന്നാളിന് വിൽപ്പനയ്ക്കായുള്ള ഐസ്ക്രീമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. എരുമപ്പെട്ടി നെല്ലുവായിൽ റോഡരികിലെ സ്ലാബ് തകർന്ന് ലോറി ചെരിഞ്ഞു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ നെല്ലുവായ് സെന്ററിന് സമീപത്തുള്ള കലുങ്കുപാലത്തിന്റെ സ്ലാബാണ് നാഷണൽ പെർമിറ്റ് ലോറി കയറി തകർന്നത്. ലക്കിടിയിൽ നിന്ന് കൊപ്പത്തേക്ക് അരി കയറ്റിപ്പോവുകയായിരുന്നു ലോറി. എതിരെ വന്നിരുന്ന വാഹനത്തിന് വശമൊതുക്കി കൊടുക്കുന്നതിനിടയിൽ റോഡരികിലെ സ്ലാബ് പൊട്ടി പിൻചക്രം കാനയിലേക്ക് താഴ്ന്നു. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തി മാറ്റി. 27 ബാങ്ക് പണിമുടക്ക് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. 2ാം ശനിയും ഞായറും റിപ്പബ്ലിക് ദിനവും അടക്കം തുടർച്ചയായ 3 അവധി ദിനങ്ങൾക്ക് ശേഷം വരുന്ന ദിവസമാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായി 3 ദിവസം പോലും ബാങ്ക് അവധി പാടില്ല എന്ന് മുൻകാലങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് ഒട്ടും പാലിക്കാത്ത അവസ്ഥയാണ്. വ്യാപാരികൾ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2 ദിവസത്തിൽ കൂടുതൽ ബാങ്കുകൾ അടച്ചിടാതിരിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ അനിവാര്യമാണെന്നും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള സമരമുറയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നുവെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് പറഞ്ഞു. KVVES ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനുവരി 27-ന് ബാങ്ക് ഉദ്യോഗസ്ഥർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
പണിമുടക്കും സമരവുമാണ് അവരുടെ ഉദ്ദേശം. തുടർച്ചയായി 4ാമത്തെ ദിനത്തിൽ അവധി വരുന്ന രീതിയിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ സമരം അനിവാര്യമാണ്, അതെല്ലാവർക്കും അറിയാം. സമരം ആവശ്യമാണ്, സമരത്തെ ഞങ്ങൾ തള്ളി പറയുന്നില്ല. പക്ഷേ അത് പൊതുജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അവിടെയാണ് മനഃപൂർവ്വം 3 ദിനം അവധിയാണെന്ന് അറിഞ്ഞിരുന്നിട്ടും 4ാമത് ദിനത്തിൽ സമരം പ്രഖ്യാപിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ ജനങ്ങളെ വലയ്ക്കുന്നത്. വെള്ളറക്കാട് ശ്രീ ചിങ്ങങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, തുടർന്ന് നടക്കൽ പറവെപ്പ് എന്നിവ നടന്നു. നെല്ല്, അവിൽ, മലർ, കുങ്കുമം, പൂവ്, പഴം എന്നിവയുടെ പറ ചൊരിയലും നടന്നു. ഉച്ചതിരിഞ്ഞ് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 8 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. രാത്രിയോടെ പൂരാഘോഷ കമ്മിറ്റികളുടെ ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, വിവിധ കലാരൂപങ്ങൾ, DJ, പൂക്കാവടി തുടങ്ങിയവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരം. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും 9:30 ലതീഞ്ഞ് ദിവ്യബലി, കാഴ്ച സമർപ്പണം, നോവേന എന്നിവയും നടന്നു. വികാരി ഫാദർ ജേസൺ മാറോക്കി കാർമ്മികനായി. തുടർന്ന് വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ വെഞ്ചിരിപ്പുമുണ്ടായി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള ഭക്തി നിർഭരമായ അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തി സംഗമിച്ചു. ശേഷം 150ഓളം ബാൻഡ് വാദ്യകലാകാരന്മാർ അണിനിരന്ന സംയുക്ത വാദ്യം അരങ്ങേറി. തിങ്കളാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 7 മണിക്ക് ദിവ്യബലിയും 10 മണിക്ക് ഫാദർ ജിജോ തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ആഘോഷമായ പാട്ടുകുർബാനയുമുണ്ടായി. ഫാദർ അജിത്ത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 4-ന് ഇടവകാംഗം ഫാദർ ജോസ് കിടങ്ങൻ കാർമ്മികനായി ദിവ്യബലിയും 5 മണിക്ക് വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. തുടർന്ന് വാനിൽ വിസ്മയം തീർക്കുന്ന വർണ്ണമഴയും ബാൻഡുവാദ്യ മത്സരവും നടക്കും. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി, കൈക്കാരന്മാരായ KV ജോയ്, അൽഫോൺസ് മുട്ടത്ത്, MK റെജി, ജോഷി വർഗീസ്, ജനറൽ കൺവീനർ ഷാജൻ മാറോക്കി എന്നിവർ നേതൃത്വം നൽകും. ദുബായിൽ നടക്കുന്ന ആയുഷ് അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഹോമിയോ ഡോക്ടർക്ക് ക്ഷണം. കരൾ രോഗ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തി അവതരിപ്പിക്കും. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഫെബ്രുവരി 15 മുതൽ 17 വരെ നടക്കുന്ന ആയുഷ് ഇന്റർനാഷണൽ കോൺഫറൻസ് കേരളത്തിൽ നിന്നും ഹോമിയോപ്പതി മേഖലയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഷംന ഹംസ പ്രബന്ധം അവതരിപ്പിക്കും. BHMSൽ ഗോൾഡ് മെഡലിസ്റ്റായ ഡോക്ടർ ഷംന ഹംസ ബീഗം ഹോമിയോ കെയറിന്റെ ചീഫ് കൺസൾട്ടന്റായി എരുമപ്പെട്ടി, പാവറട്ടി, കോട്ടൂർ കേന്ദ്രങ്ങളിലായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. എഫക്റ്റീവ്നെസ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ഇൻ ട്രീറ്റിംഗ് ലിവർ ഡിസീസസ് എന്ന വിഷയത്തിലാണ് പ്രബന്ധാവതരണം നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹോമിയോപാത്സ് കേരളയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക ഡോക്ടർ എന്ന പ്രത്യേകതയും ഡോക്ടർ ഷംന ഹംസയ്ക്കുണ്ട്. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ് ഇടവകയിൽ ആഘോഷിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5:30 ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു. തുടർന്ന് പൊതുസമ്മേളനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. തിരുനാൾ ദിവസമായ തിങ്കളാഴ്ച രാവിലെ 7-ന് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ അമൽ ചാഴൂർ, ഫാദർ എഡ്വിൻ ജോർജ് അപ്പക്കോട്ട്, ഫാദർ നോബിൾ ഐനിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ ഭക്തി നിർഭരമായ പ്രദക്ഷിണമുണ്ടായി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പുകളുടെ സമാപനത്തിനു ശേഷം ആകാശത്ത് വിസ്മയം തീർക്കുന്ന വർണ്ണമഴ അരങ്ങേറും. മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുത്താണിക്കൽ, CL ഫ്രാൻസിസ്, CT ജേക്കബ്, CT ജാക്സൺ, CP മെൽവിൻ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. കേരളത്തിലെ മാരത്തോൺ ചരിത്രത്തിൽ വേറിട്ട നിമിഷം സൃഷ്ടിച്ച് ഭിന്നശേഷി അംഗങ്ങൾ വീൽചെയറിൽ പങ്കെടുത്ത് കലയുടെ താളത്തിൽ മുന്നേറി. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നടന്ന പ്രത്യേകമായി ഒരുക്കിയ വേദിയിൽ 1 മണിക്കൂർ നേരം 18 അംഗങ്ങൾ ജേഴ്സി അണിഞ്ഞു കൊട്ടിയ താളം കാണികളുടെ മനം കവർന്നു.
പരിമിതികൾക്കപ്പുറം മനസ്സ് പറക്കുന്ന വേഗതയിൽ ശിങ്കാരിമേളത്തിൽ ആടിത്തിമിർത്തു. തൃശൂർ മാരത്തോണിന്റെ ഭാഗമായി ബാക്ക് ടു ട്രാക്ക് വീൽചെയർ റൺ എന്ന ഓട്ടത്തിൽ 15ഓളം ഭിന്നശേഷി അംഗങ്ങൾ മാരത്തോണിൽ പങ്കെടുത്തു. വീൽചെയറിൽ വളണ്ടിയർമാരുടെ സഹായത്തോടെ ഓരോ ചക്രവും തിരിഞ്ഞപ്പോൾ 700 മീറ്ററിലധികം ദൂരം വീൽചെയറിൽ പിന്നിട്ട് മാരത്തോണിൽ പങ്കെടുത്തത് ആത്മവിശ്വാസത്തിന്റെ പുതിയൊരു യാത്രയായി. ഭിന്നശേഷി അംഗങ്ങളുടെ കലയുടെ താളവും മാരത്തോണിന്റെ വേദിയും ഒന്നിച്ചപ്പോൾ കേരളത്തിന്റെ കലാകായിക ചരിത്രത്തിൽ അപൂർവമായ നിമിഷമായി. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരുടെ കലാസംഘടനയായ പൂമ്പാറ്റ ടീം ഫൗണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ്, കോർഡിനേറ്റർ അർപ്പണ നാരായണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. പൂവത്തൂരിൽ വെച്ച് നടന്ന പൊതുയോഗം SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CF രാജൻ, RA അബ്ദുൾ ഹക്കീം, തുളസി രാമചന്ദ്രൻ, ലതി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ചിറനല്ലൂർ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ ശതാബ്ദി സമാപനവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും സംഘടിപ്പിച്ചു. വിദ്യാലയാങ്കണത്തിൽ നടന്ന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ എൻഡോമെന്റ് വിതരണം നടത്തി. വിരമിക്കുന്ന പ്രധാനാധ്യാപിക TJ ബീന ടീച്ചറുടെ ഫോട്ടോ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ അനാച്ഛാദനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സച്ചിൻ പ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ജോസഫ്, സ്കൂൾ മാനേജർ ഫാദർ മനോജ് താണിക്കൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രൊജക്ട് ഓഫീസർ അനീഷ് ലോറൻസ്, PTA പ്രസിഡന്റ് സുനിത ഷിജു, MPTA പ്രസിഡന്റ് CH റഷീന, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് CS ശശി, സ്റ്റാഫ് പ്രതിനിധി TJ സിമി, സ്കൂൾ ലീഡർ മുഹമ്മദ് മെഹഫിൽ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന പ്രധാനാധ്യാപികയ്ക്ക് സ്റ്റാഫ്, PTA, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഉപഹാരങ്ങൾ നൽകി. TJ ബീന ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഫോക്ലോർ അവാർഡ് ജേതാവും സംഘകളി ആചാര്യനുമായ തയ്യൂർ മൂത്തമന പരമേശ്വരൻ നമ്പൂതിരിയെ ആദരിച്ചു. കേരളീയ ക്ഷേത്ര കലാസംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ആദരവ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മഹർഷി വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ TK വിനയ ഗോപാൽജി ഉദ്ഘാടനം ചെയ്തു. A വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കേരളീയ ക്ഷേത്ര കലാസംഘം പ്രസിഡന്റ് ഡോക്ടർ CV ദിനേശ് കർത്ത അധ്യക്ഷനായി. തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായി. മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രം കുംഭഭരണി വേല ബ്രോഷർ പ്രകാശനം ക്ഷേത്രമേൽശാന്തി അനൂപ് എമ്പ്രാന്തിരി നിർവഹിച്ചു. ഫെബ്രുവരി 23 കുംഭമാസം 11 തീയതിയാണ് കുംഭഭരണി കുതിരവേല ആഘോഷിക്കുന്നത്. പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ മുരളി കിഴക്കൂട്ട്, ബാബു വടുതല, സുരേഷ് ഇറക്കത്ത്, സദാനന്ദൻ ഉപ്പത്തിൽ, ബാബു ആശാരി വീട്ടിൽ, ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം വർണ്ണാഭം. വിവിധയിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തി മധുര വിതരണവും ഉണ്ടായി. കുന്നംകുളം നഗരസഭാംഗണത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും മുൻ ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. തുടർന്ന് മധുര വിതരണവും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. വടക്കേക്കാട് ICA ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൺവീനർ കുഞ്ഞാലു V മൊയ്തു പതാക ഉയർത്തി. വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ കമാൽ, ജിന്നു താന്നിക്കൽ, രാജി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ദേശഭക്തി ഗാനങ്ങൾ ആഘോഷത്തിന് മിഴിവേകി.
ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തളികശ്ശേരി ഹസൻ പതാക ഉയർത്തി. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പെഴുംതറയിൽ ഡോക്ടർ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് അലി ധാരിമി പ്രാർത്ഥന നിർവഹിച്ചു. സെക്രട്ടറി വലിയ വളപ്പിൽ ഷഫീഖ്, ട്രഷറർ കോട്ടത്തയ്യൽ കുഞ്ഞു മുഹമ്മദ്, സദർ അബ്ദുൾ റഹ്മാൻ ഹിഷാമി, മദ്രസ ലീഡർ മുഹമ്മദ് നിദൻ എന്നിവർ ആശംസകൾ നിർവഹിച്ചു. ഇസ്മായിൽ സുഹരി, ഫൈസൽ സഖാഫി, ഷിഹാബുദ്ദീൻ അഷ്റഫി, ഫാറൂഖ് സയ്യിദി, കമ്മിറ്റി മെമ്പർമാരായ പി അബ്ദുൾ റസാഖ്, വി മുഹമ്മദ് കുട്ടി എന്നിവർ സംബന്ധിച്ചു. കുന്നംകുളം RSSR VMG സ്കൂളിൽ നടന്ന ചടങ്ങിൽ കിങ് പവർ ക്ലബിന്റെ സഹകരണത്തോടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് പഠനോപകരണ വിതരണവും പ്രീ പ്രൈമറി വിഭാഗത്തിനായുള്ള കളിയുപകരണ വിതരണവും നടന്നു. വാർഡ് കൗൺസിലർ ശ്രീമതി ബീന ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം AEO മൊയ്തീൻ റിപ്പബ്ലിക് ദിന മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾക്കുള്ള കളിയുപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ വേണുഗോപാൽ നിർവഹിച്ചു. HM ഇൻചാർജ് AE ആശ, വർക്കിംഗ് പവർ ക്ലബ് പ്രസിഡന്റ് സാജൻ കേച്ചേരി, സ്കൂൾ മാനേജർ P. ടൂപ്പ് മാത്യു, OSA പ്രസിഡന്റ് NK മോഹൻദാസ്, PTA പ്രസിഡന്റ് രേഖ തനീഷ് എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ AH അക്ബർ ദേശീയ പതാക ഉയർത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യതീന്ദ്രദാസ്, ക്ഷേമകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മന്ത്രംകോട്ട്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൂറ, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് സ്വച്ഛ് സർവേക്ഷൺ 2025-26 ഭാഗമായി നടന്ന ശുചിത്വ പ്രതിജ്ഞയ്ക്ക് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് B നേതൃത്വം നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം നന്ദി രേഖപ്പെടുത്തി. ജനപ്രതിനിധികൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആദൂർ മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി രാജ്യത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷം ആചരിച്ചു. മഹൽ പ്രസിഡന്റ് KK അബൂബക്കർ പതാക ഉയർത്തി. മഹൽ ഖത്തീബ് ഹാഫിൾ ഇബ്രാഹിം ഫൈസി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. മഹൽ സെക്രട്ടറി MP റഫീഖ് തങ്ങൾ, വൈസ് പ്രസിഡന്റ്മാരായ KH മുഹമ്മദ് കുട്ടി, KC മൊയ്തുട്ടി, ജോയിന്റ് സെക്രട്ടറി റസാഖ് വാഫി, ട്രഷറർ മൊയ്തുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മഹൽ ഭാരവാഹികൾ, ഉസ്താദുമാർ, മഹൽ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബേഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഭരണഘടനയുടെ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രിൻസിപ്പാൾ C. ഷേബ ജോർജ് വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രസംഗം, സ്കിറ്റ്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന വേഷവിധാനങ്ങളോടുകൂടിയ ഫാൻസി ഡ്രസ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, അധ്യാപകരായ AK ഷീജ, MR രമ്യ, M. സജിത, ലത കാഞ്ഞങ്ങാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം കാര്യാലയത്തിന് മുൻപിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ദേവസ്വം സുരക്ഷാ വിഭാഗത്തിലെ വിമുക്ത ഭടന്മാരുടെ പരേഡിൽ ചെയർമാൻ അഭിവാദ്യം സ്വീകരിച്ചു. ദേവസ്വം സെക്യൂരിറ്റി സൂപ്പർവൈസർ N. സുബ്രഹ്മണിയാണ് വിമുക്ത ഭടന്മാരുടെ പരേഡിനെ നയിച്ചത്. തുടർന്ന് ശ്രീവത്സം അതിഥി മന്ദിരത്തിലും ആനത്താവളത്തിലും ദേവസ്വം ഭരണസമിതി അംഗം C. മനോജും ദേവസ്വം മെഡിക്കൽ സെന്റർ, കാവേട്, ഗോശാല എന്നിവിടങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറും ദേശീയ പതാക ഉയർത്തി. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ K. ഗീത, പ്രമോദ് കളരിക്കൽ, TK രാധിക, M. രാധ, അസിസ്റ്റന്റ് മാനേജർ KK സുഭാഷ്, ഹെൽത്ത് സൂപ്പർവൈസർ ഡോക്ടർ MN രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭയിൽ വിപുലമായ പരിപാടികളോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങ് നഗരത്തിന്റെ ഐക്യവും ദേശസ്നേഹവും വിളിച്ചോതുന്നതായി. നഗരസഭാ കാര്യാലയത്തിൽ രാവിലെ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ദേശീയ പതാക ഉയർത്തി. വായനശാല വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജ് പുഷ്പഹാരം അണിയിച്ചു. നഗരസഭ അഗതി മന്ദിരത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. അനൂപും പകൽ വീട്ടിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AT ഹംസയും ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വർണ്ണശബളമായ റിപ്പബ്ലിക് ദിന പരേഡുമുണ്ടായി. നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും കുടുംബശ്രീ, ഹരിതകർമ്മസേന പ്രവർത്തകരും പങ്കെടുത്തു. നഗരസഭാ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി ടൗൺഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലകാലത്ത് നഗരസഭയുടെ ഫസ്റ്റ് എയ്ഡ് ബൂത്തിൽ സൗജന്യ സേവനം നടത്തിയ ഡോക്ടർമാർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും നഗരസഭയുടെ ഉപഹാരം സമ്മാനിച്ചു. കുട്ടഞ്ചേരി GLP സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ശാരിക ടീച്ചർ സ്വാഗതം പറഞ്ഞു.
PTA പ്രസിഡന്റ് ഒ വി ഷനോജ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈബു KV പതാക ഉയർത്തി. CB ടീച്ചർ നന്ദി പറഞ്ഞു. വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ ഭരണഘടനാ ചുമർ സ്ഥാപിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഭരണഘടനാ ചുമർ സ്ഥാപിച്ചത്. വടക്കേകാട് പഞ്ചായത്ത് 8ാം വാർഡ് മുൻ മെമ്പർ M ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ V ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനാധ്യാപകരായ AT ജോസ്, CC വെറോണിക്ക, PTA പ്രസിഡന്റ് അശ്വതി ശ്രീരാഗ്, അധ്യാപകൻ ജയരാജ് എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി ഭരണഘടനാ ആമുഖ വായന, റിപ്പബ്ലിക് ക്വിസ് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ AACC വിൻസി ജോസ്, ഫ്ലെമി C പ്രസാദ്, N ജോളി ജോസ്, CG മിനി എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ ചിറയൻകാട് 39ാം നമ്പർ അംഗൻവാടിയിലെ റിപ്പബ്ലിക് ദിനാഘോഷം വാർഡ് മെമ്പർ TS മണികണ്ഠൻ പതാക ഉയർത്തി. അംഗൻവാടി വർക്കർ വാസന്തി, ഹെൽപ്പർ സുനന്ദ വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും നടത്തി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ പതാക ഉയർത്തി. റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AP രാജൻ, KM റസാഖ്, ജനപ്രതിനിധികളായ SK സദാനന്ദൻ മാസ്റ്റർ, ചന്ദ്രാവതി, സ്വീറ്റി ഷാജു, ജിൻസി സജു, സ്വപ്ന പ്രിൻസ്, സന്ധ്യ ഷിപ്പു, സിദ്ദിഖ് പാപ്പിരുത്തി, പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവ് ജംഗ്ഷനിൽ ദേശീയ പതാക ഉയർത്തി. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് പതാക ഉയർത്തി. പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് PS ഷംസുദ്ദീൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. MH റഫീഖ്, CA കമാലുദ്ദീൻ, P ഇബ്രാഹിം, അബ്ദുൾ ഹൈ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഷൈനി ഹംസ പതാക ഉയർത്തി. ചടങ്ങിൽ ഗായക സംഘത്തിന്റെ ദേശഭക്തി ഗാനവും അരങ്ങേറി. മധുര പലഹാര വിതരണവുമുണ്ടായി. വൈസ് പ്രിൻസിപ്പാൾ സാജിദ റസാഖ്, സോഷ്യൽ സയൻസ് വിഭാഗം മേധാവി ജോഫി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75 വർഷങ്ങൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഡോക്ടർ ജിജി പോൾ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ താലൂക്ക് പ്രതിനിധി PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വായനശാല കലാകായികവേദി താലൂക്ക് പ്രതിനിധി M ഉദയശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി പ്രസിഡന്റ് PC ഗീതാമണി, കായികവേദിക്കു വേണ്ടി സുരേഷ് ചുള്ളിപ്പറമ്പിൽ, യുവതയ്ക്കു വേണ്ടി PU വില്യംസ് എന്നിവർ സംസാരിച്ചു. ബാലവേദി മെന്റർ PK ലൈജു സ്വാഗതവും വായനശാല സെക്രട്ടറി ഷാജി K ജോർജ് നന്ദിയും പറഞ്ഞു. AK ചന്ദ്രൻ, PK ആനന്ദൻ എന്നിവരും ബാലവേദി അംഗങ്ങളും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. കലാവേദി പ്രസിഡന്റായി PK ആനന്ദൻ, സെക്രട്ടറിയായി KR ആതിര എന്നിവരെ തിരഞ്ഞെടുത്തു. വായനശാല കമ്മിറ്റി അംഗങ്ങൾ, വിവിധ വേദികളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് പതാക ഉയർത്തി. പ്രിൻസിപ്പൽ VK ഫൗസിയ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ മുഹമ്മദ് ഫലാഹ്, K സാജിദ, M ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. വടക്കേകാട് പോലീസ് സ്റ്റേഷനിൽ SI KP മൻസൂർ പതാക ഉയർത്തി. ASI ഉണ്ണികൃഷ്ണൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ജനമൈത്രി കോർഡിനേറ്റർ സക്കറിയ കുന്നച്ചംവീട്ടിൽ ആശംസകൾ നേർന്നു. സുവിധം ഫൗണ്ടേഷൻ നിർധനരായ കുടുംബങ്ങൾക്കുള്ള പെൻഷൻ വിതരണം ചെയ്തു. ചിറമനങ്ങാട് ഗ്രാമീണ വായനശാലയിൽ നടന്ന വിതരണ ചടങ്ങിന് സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരിക്കാട്ട്, സെക്രട്ടറി മുൻ പോസ്റ്റ്മാൻ താഴത്തുപുരയ്ക്കൽ ഗോപി, ഗജാൻജി, ഷാജി വലിയറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,845 രൂപ, പവന് 1,18,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 345 രൂപ. ചരമം കുനമുച്ചി ചിറമൽ ദേവസി മകൻ അന്തോണീസ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്കായിരുന്നു പരേതൻ. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. കൊച്ചുമേരി ഭാര്യയും സോണി, ടോണി, റോണി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതി റിപ്പബ്ലിക് ദിന പരേഡ്. വിവിധയിടങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പ്രൗഢമായി.
വേലൂർ കിരാലൂരിൽ പ്രവർത്തനരഹിതമായ എണ്ണ നിർമ്മാണ കമ്പനി കോമ്പൗണ്ടിൽ തീപിടുത്തം. 2.5 ഏക്കറിലധികം വിസ്തൃതിയുള്ള പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ പെട്ടി ഓട്ടോറിക്ഷ തലക്കീഴായി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാമിലേക്കുള്ള റോഡിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.